അമേരിക്കൻ സേനാ നീക്കങ്ങളെക്കുറിച്ച് ഇറാന് അറിവ് ലഭിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. അവിടെയാണ് റഷ്യയുടെ സാറ്റലൈറ്റ്, ചൈനയുടെയും റഷ്യയുടെയും മനസ്സ് ഇറാനൊപ്പമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇറാൻ ആത്യന്തികമായി പ്രതീക്ഷിക്കുന്നതും ഒരു ഘട്ടം കൂടി കടന്നു കഴിഞ്ഞാൽ റഷ്യ ഏതെങ്കിലും കാരണവശാൽ സൈനികമായി രംഗത്ത് വരും എന്ന ഒരു പ്രതീക്ഷ ഇറാൻ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ചൈനീസ് കപ്പലുകൾ, റഷ്യൻ കപ്പലുകൾ എന്നിവ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ചാൽ, ഹോർമോസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ആക്രമിക്കില്ല. ഇതേ ആനുകൂല്യം ഇന്ത്യൻ കപ്പലുകൾക്കും നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഓപ്ഷൻ ഉപയോഗിക്കില്ല. പക്ഷേ ചൈനീസ് കപ്പലുകളോ റഷ്യൻ കപ്പലുകളോ മധ്യപൗരസ്ത്യ പ്രദേശത്തേക്ക് പ്രവേശിച്ചാൽ, ഹോർമോസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ചാൽ അതൊരു തരം വെല്ലുവിളിയാണ്. അമേരിക്കയുടെ സേനാവ്യൂഹത്തിനെതിരെ നടക്കുന്ന നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ഒരു ചൈനീസ് കപ്പലിന് നേരെ വെടിവെക്കൂ. ലോകത്താകമാനം വിലക്കയറ്റം ഉണ്ടാക്കിക്കൊണ്ട്, ലോകമാന്യം വിളിച്ചു വരുത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് ലോകത്തെ ഗൺ പോയിന്റ് നിർത്താനാവില്ല. ഇപ്പോൾ കുറേയൊക്കെ നടുവൊടിച്ചിരിക്കുകയാണ് റഷ്യ സാമ്പത്തികമായി. യുദ്ധത്തിന് മണം കെട്ടാനാവുന്നില്ല, ആയുധങ്ങൾ വാങ്ങാനാവുന്നില്ല, ഉണ്ടാക്കാനാവുന്നില്ല. ഇക്കോണമി തരിപ്പണമായിരിക്കുകയാണ്. 2-3 വൻപൻ എണ്ണക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് തീരത്ത് വെച്ച് തകരുന്നത്, മുങ്ങുന്നത് ഓർത്തോ. എന്താണ് സംഭവിക്കുക? വലിയ രീതിയിലുള്ള മലിനീകരണം ആ പ്രദേശത്തുണ്ടാകും. ഇസ്രയേലോ അമേരിക്കയോ ഒന്നും തന്നെ ഇറാൻ്റെ മണ്ണിൽ കാല് കുത്തില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ഡോക്ടർ മോഹൻ വർഗീസ്, US ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യ ഇടപെടുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇറാന് പരോക്ഷമായ പിന്തുണ നൽകിയാണ് റഷ്യയുടെ ഇടപെടൽ എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. യുദ്ധക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും നേരെ ആക്രമണം നടത്താൻ തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിയായ ഇറാനെ സഹായിക്കുന്നതിനായി റഷ്യ ഇന്റലിജൻസ് വിവരങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ റഷ്യ സഹായം നൽകിയിട്ടുണ്ടാകുമോ ഇറാന്? ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും? എക്കാലത്തും റഷ്യയുടെ തന്ത്രപരമായ ഒരു പങ്കാളിയാണ് ഇറാൻ. പ്രത്യേകിച്ച് 1979 ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം റൂസോ ഇറാനിയൻ റിലേഷൻസ് വളരെ നല്ല നിലയിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ആ ഒരു സോവിയറ്റ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധം ഈ വ്ളാഡിമിർ പുടിൻ്റെ റഷ്യയിലും, അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന റഷ്യയായി വന്ന 1990 ശേഷം ശീതയുദ്ധാനന്തരം ആ പഴയ ഊഷ്മള ബന്ധം തുടരുന്ന കാഴ്ച കണ്ടു. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം മധ്യ പൗരസ്ത്യ പ്രദേശത്തെ അമേരിക്കൻ ഡോമിനൻസിനെ എതിർക്കാവുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ പങ്കാളികളായി റഷ്യ കണ്ടിരുന്നത് 2 രാജ്യങ്ങളെയാണ്. ബഷർ അൽ അസദ്, അതിനു മുമ്പ് ഹഫീസ് അൽ അസദിൻ്റെ മകൻ ബഷർ അധികാരം ഏറ്റെടുത്തപ്പോൾ ഈ 2 അപ്പനും മകനും 2 പേരും സിറിയ എന്ന രാജ്യം, ആ രാജ്യത്തെ റഷ്യ തന്ത്രപരമായ പങ്കാളിയായി കണ്ടു. അതുപോലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, അയത്തുള്ള റുവള്ള ഖുമൈനിയുടെ കാലത്തും അയത്തുള്ള അലി ഖമനയുടെ കാലത്തും റഷ്യ വിശ്വസ്ത പങ്കാളിയായിട്ട് തന്നെയാണ് ഇറാനെ കണ്ടത്. അപ്പോൾ ഇറാൻ ഒരു മതാധിഷ്ഠിത രാജ്യമാണ്. റഷ്യക്ക് അങ്ങനെയൊന്നുമില്ല. മുൻപ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, പിന്നീട് ഒരു ഏകാധിപത്യ വ്യവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ഒരേ ഒരു പ്രത്യയശാസ്ത്രം ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളല്ല. ചൈന ഇന്നും കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഇറാനുമായി എന്ത് എന്ന് ചോദ്യം ചോദിക്കാം. പക്ഷേ ഇവിടെ കൺവേർജൻസ് ഓഫ് സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് എഗൻസ്റ്റ് ദി കോമൺ എനിമി കോൾഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇതൊരു വസ്തുതയാണ്. റഷ്യ കുറേ കാലം അമേരിക്കയുമായി സാമാന്യം തരക്കേടില്ലാത്ത ചങ്ങാത്തത്തിൽ പോയി. ഇപ്പോഴാണ് വീണ്ടും ശത്രുതയായത്. അപ്പോൾ ആ കാലഘട്ടത്തിലും ഇറാനുമായുള്ള ബന്ധം തുടർന്നു. ഇപ്പോൾ ഇറാൻ ഒരു അന്ത്രാളഘട്ടത്തിൽ നിൽക്കുകയാണ്. വലിയ തകർച്ചയുടെ വക്കിലാണ്. ഏറിയൽ ബോംബാർഡ്മെൻറ്റ് വല്ലാതെ ഫേസ് ചെയ്യുന്നു. ഏറിയൽ ഡിഫൻസ് സംവിധാനം ഇറാൻ്റേത് പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അമേരിക്കൻ സേനാ നീക്കങ്ങളെക്കുറിച്ച് ഇറാന് അറിവ് ലഭിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. അവിടെയാണ് റഷ്യയുടെ സാറ്റലൈറ്റ്സ്, അമേരിക്കയുടെ സാറ്റലൈറ്റുകളോട് കിടപിടിക്കാവുന്ന രീതിയിലുള്ള ഗ്ലോബലി എത്രയോ സാറ്റലൈറ്റുകളാണ് ആകാശത്ത്, റഷ്യൻ സാറ്റലൈറ്റുകൾ. അവ എടുക്കുന്ന ചിത്രങ്ങൾ, അവർ നൽകുന്ന വിവരങ്ങൾ, ഇത് കൃത്യമായി ഇറാന് കൈമാറുന്നുണ്ടാവണം. അല്ലെങ്കിൽ ഇറാൻ എത്ര പോലും പിടിച്ചു നിൽക്കാൻ ആവില്ല. അപ്പോൾ ഒരു രാജ്യം യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ റഷ്യ എന്ന രാജ്യം ഇറാൻ്റെ ഭാഗത്ത് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ ഇറാനിൽ ഇപ്പോൾ നടന്ന ആക്രമണം
ശക്തമായി അപലപിച്ച് ആദ്യം രംഗത്തെത്തിയ രാജ്യവും റഷ്യയാണ്. ചൈനയും അപലപിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. അവരുടെ മനസ്സ്, ചൈനയുടെയും റഷ്യയുടെയും മനസ്സ് ഇറാനൊപ്പമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇറാൻ ആത്യന്തികമായി പ്രതീക്ഷിക്കുന്നതും ഒരു ഘട്ടം കൂടി കടന്നു കഴിഞ്ഞാൽ റഷ്യ ഏതെങ്കിലും കാരണവശാൽ സൈനികമായി രംഗത്ത് വരും എന്ന ഒരു പ്രതീക്ഷ ഒരുപക്ഷെ ഇറാൻ ഉണ്ടായിരുന്നു. ഇപ്പോഴതുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം റഷ്യക്കാവില്ല. റഷ്യ ഒരു സൈനിക നീക്കം, ഉക്രൈനിലൊരു സൈനിക നീക്കം നടത്തി, അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊരു യുദ്ധമുഖം കൂടി, പോർമുഖം കൂടി തുറന്നു കൊണ്ടുവരുന്നത് റഷ്യക്ക് അത്ര ആരോഗ്യപരമാവില്ല. പ്രത്യേകിച്ച് റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി അത്ര ദുർബലമാണ്. ഇപ്പോൾ എണ്ണ വിൽക്കാൻ കിട്ടുന്നൊരു അവസരം റഷ്യ ആവോളം ആസ്വദിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്. അതല്ലാതെ റഷ്യക്ക് ഒരു രീതിയിലും നേരിട്ട് ഇറാന് വേണ്ടി ആയുധങ്ങൾ ഒരുപക്ഷെ ഇറാൻ ഉപയോഗിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉൾപ്പെടെ പലതും റഷ്യയിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയെടുത്തതാണ്. അതും വെറുതെ കൊടുക്കാനാവില്ലല്ലോ, വാങ്ങിയെടുത്തെങ്കിലേ പറ്റൂ. റഷ്യക്ക് ഇങ്ങനെ വെറുതെ ഇത് കൊടുക്കാനാവില്ലല്ലോ. അപ്പോൾ അമ്യൂണേഷൻസ് ആൻഡ് ആംസ് ചൈനീസ് ആൻഡ് റഷ്യൻ ആയുധങ്ങളാണ്. അപ്പോൾ ഇത് അമേരിക്ക ഒരു അവസരമായി കണ്ടു. റഷ്യൻ ആയുധങ്ങളും ചൈനീസ് ആയുധങ്ങളും ഇറാൻ തന്നെ വികസിപ്പിച്ച ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇറാന് കാര്യമായി പിടിച്ചു നിൽക്കാനാവുന്നില്ലല്ലോ. ഞങ്ങൾക്ക് തന്നെയാണല്ലോ മേധാവിത്വം. അവിടെയും കച്ചവട സാധ്യതയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച ഒരു കച്ചവട കണ്ണ് അമേരിക്കയ്ക്ക് അവിടെ ഉണ്ട്. അപ്പോൾ റഷ്യ ഇത് സാഗൂതം വീക്ഷിക്കുകയാണ്. ചൈനയും കാര്യമായി വീക്ഷിക്കുന്നു. കാരണം ചൈനയുടെ ഇൻട്രസ്റ്റ് ഇക്കണോമിക് ഇൻട്രസ്റ്റാണ്. ചൈനയിലേക്കുള്ള ഇറക്കുമതി, ഇറാനിയൻ എണ്ണയുടെ 80% കയറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ്. റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യാനാവില്ല. കാരണം റഷ്യക്ക് ഓൾറെഡി ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഉത്പാദനമുണ്ട്. എണ്ണ വിതരണം ചെയ്യുന്ന രാജ്യമാണ് റഷ്യ. പക്ഷേ ചൈന അങ്ങനെയല്ല. ദ ഡിപ്പെൻഡ് ഓൺ ഇറാനിയൻ ഓയിൽ. അത് പേർഷ്യൻ ഗൾഫ് വഴിയാണ് അത് മൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സുഗമമായ എണ്ണ നീക്കം നടക്കണമെങ്കിൽ ഉപരോധം മാറണം, അവിടുത്തെ ബ്ലോക്കേഡ് മാറണം. ഇറാൻ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ചൈനീസ് കപ്പലുകൾ, റഷ്യൻ കപ്പലുകൾ എന്നിവ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ചാൽ, ഹോർമോസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ആക്രമിക്കില്ല. ഇതേ ആനുകൂല്യം ഇന്ത്യൻ കപ്പലുകൾക്കും നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഓപ്ഷൻ ഉപയോഗിക്കില്ല. ഇന്ത്യ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പറഞ്ഞു, ഒരു പ്രസ്താവനയിലൂടെ കണ്ടു, ഞങ്ങൾ വേണ്ടി വന്നാൽ ഇന്ത്യൻ കപ്പലുകൾക്ക് അകമ്പടി, ഇന്ത്യൻ വ്യാപാര കപ്പലുകൾക്ക് ഇന്ത്യൻ സേന അകമ്പടി നൽകും. പക്ഷേ ഹോർമോസ് കടലിടുക്ക് കടന്ന് ഈ യുദ്ധഘട്ടത്തിൽ ഗൾഫിൽ പോയി എണ്ണയും വാങ്ങിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വരാവുന്ന ഒരവസ്ഥയിലായിട്ടുണ്ടോ എന്നത് സംശയമാണ്. ഇത് പറയാമെന്നല്ലാതെ. പക്ഷേ അത് സാധിക്കും, ചൈനയ്ക്ക് സാധിക്കും. പക്ഷേ എണ്ണ വിൽക്കാൻ ചൈനയ്ക്ക് ഈ ഘട്ടത്തിൽ എണ്ണ വിൽക്കാൻ ഏതെങ്കിലും ഒരു അറബ് രാജ്യം തയ്യാറാവുമോ? അമേരിക്കയുടെ കണ്ണിലെ കരടാകാൻ തയ്യാറാവുമോ? അപ്പോൾ എണ്ണ ഉപരോധമെന്ന് പറയുന്നത് ചൈനയ്ക്ക് വലിയൊരു ത്രെട്ടാണ്. പക്ഷേ ചൈനീസ് കപ്പലുകളോ റഷ്യൻ കപ്പലുകളോ മധ്യപൗരസ്ത്യ പ്രദേശത്തേക്ക് പ്രവേശിച്ചാൽ, ഹോർമൂസ് കടലിടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിച്ചാൽ അതൊരു തരം വെല്ലുവിളിയാണ്. അമേരിക്കയുടെ സേനാവ്യൂഹത്തിനെതിരെ നടക്കുന്ന, നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ഒരു ചൈനീസ് കപ്പലിന് നേരെ വെടിവെക്കൂ, ധൈര്യമുണ്ടെങ്കിൽ റഷ്യൻ എണ്ണക്കപ്പലിനെതിരെ നിങ്ങൾ വെടിവെക്കൂ. റഷ്യക്ക് എണ്ണ അവിടെ വിൽക്കേണ്ട കാര്യമില്ല, എണ്ണ അവിടുന്ന് വാങ്ങേണ്ട കാര്യവുമില്ല. പക്ഷേ റഷ്യൻ കപ്പലുകൾക്ക് എടുക്കാം, എണ്ണ അവിടുന്ന് കൊണ്ടുവരാൻ സാധിക്കും. വെസൽസ്, റഷ്യൻ കൊടി പാറുന്ന വെസൽസിന് വേണമെങ്കിൽ അത് ചെയ്യാൻ സാധിക്കും. അത് യുദ്ധപ്രഖ്യാപനമായി മാറില്ലേ? റഷ്യ കൂടി യുദ്ധരംഗത്തേക്ക് വരികയില്ലേ? ഒരുപക്ഷെ ഇതൊക്കെ ആലോചിച്ചുകൊണ്ടാവണം ഇറാൻ അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കപ്പലുകൾക്ക് വരാം, പക്ഷേ അത് വരാൻ പോകുന്നില്ല, വരാൻ ഒരു സാധ്യതയുമില്ല. ടെക്നിക്കൽ സപ്പോർട്ട്, സാറ്റലൈറ്റ് നൽകുന്ന സപ്പോർട്ട്, മറ്റു രീതിയിലുള്ള ലോജിസ്റ്റിക്കൽ സപ്പോർട്ട്, അതിന് പുറമെ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ ലോകവേദികളിൽ അഭിപ്രായ രൂപീകരണം ആവശ്യമായി വരുമ്പോൾ റഷ്യയും ചൈനയും പരമാവധി ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളോട് സംവദിക്കാനുള്ള സാധ്യതയുണ്ട്. യുദ്ധം നീണ്ടുപോയാൽ ഇറാന് വേണ്ടി ലോക വേദികളിൽ കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പോൾ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന റഷ്യയും മാറി നിൽക്കുന്ന ചൈനയുമാണ്. അതുകൊണ്ട് അവർക്കും ലോക നയതന്ത്ര ഭൂപടത്തിൽ അമേരിക്കയുടെ ഈ മേധാവിത്വത്തിനെതിരെ ഒരു അഭിപ്രായ രൂപീകരണം നടത്താൻ ലഭിക്കുന്ന ഒന്നാന്തരം അവസരമായി അവർ കണ്ടുകൂടായികയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്ന ലോക മനസാക്ഷി ഉണരണമല്ലോ. ആ ഉണരും എന്ന പ്രതീക്ഷയിൽ ഇറാൻ മുന്നോട്ട് പോകുന്നു. അതാണ് പരമാവധി പീഡനം സഹിച്ചും താടനം സഹിച്ചും ബോംബാർഡ്മെൻറ്റ് സഹിച്ചും പരമാവധി പിടിച്ചു നിൽക്കുക, മുന്നോട്ട് പോവുക. അങ്ങനെയെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ റഷ്യയും ചൈനയും മറ്റ് രാജ്യങ്ങളും എല്ലാം ചേർന്ന് ലോകത്ത് തന്നെ ഒരു മാറിയ ചിന്ത കൊണ്ടുവരും. ഇനഫ് ഈസ് ഇനഫ്, ഇനി യുദ്ധം അങ്ങനെ മുന്നോട്ട് പോകാനാവില്ല.
ലോകത്തെ മുഴുവൻ ഗൺ പോയിന്റ് നിർത്തിക്കൊണ്ട്, ലോകത്താകമാനം വിലക്കയറ്റം ഉണ്ടാക്കിക്കൊണ്ട്, ലോകമാന്യം വിളിച്ചു വരുത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് ലോകത്തെ ഗൺ പോയിന്റ് നിർത്താനാവില്ല, ഞങ്ങൾ അത് ലംഘിക്കും, ഞങ്ങൾ ഉപരോധം ലംഘിച്ചുകൊണ്ട് എണ്ണ വാങ്ങും. ഗൾഫ് രാജ്യങ്ങൾ അവസാനം പറയും, ഞങ്ങൾക്ക് എണ്ണ വിറ്റെങ്കിലേ പറ്റൂ, ഞങ്ങളുടെ ഓയിൽ സംഭരണികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു, ഞങ്ങൾ പ്രൊഡക്ഷൻ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ പ്രൊഡക്ഷൻ ആരംഭിക്കണമെങ്കിൽ എണ്ണ സംഭരണികളിൽ നിന്നും കപ്പലുകളിലേക്ക്, ടാങ്കറുകളിലേക്ക് എണ്ണ പകരണം, അത് പുറം ലോകത്തേക്ക് എത്തണം, ഹോർമൂസ് തുറന്ന് കിട്ടിയെങ്കിലേ പറ്റൂ. അത് ഇറാൻ കൂടി വിചാരിക്കേണ്ടി വരും. അവിടെയാണ് റഷ്യയും ചൈനയും കൂടി വിചാരിക്കേണ്ടി വരുമെന്ന ഘട്ടത്തിൽ എത്തിച്ചു നിർത്തുന്നിടത്താണ് ഇറാൻ്റെ സാധ്യതകൾ. അപ്പോൾ അവിടെയാണ് ചൈനയുടെയും റഷ്യയുടെയും സാധ്യതകൾ വരുന്നത്. ഇവിടെ ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം റഷ്യയ്ക്ക് ഒരു അപ്രതീക്ഷിത മുന്നേറ്റമല്ലേ? കാരണം അവരുടെ എണ്ണ വാതക ഉൽപ്പന്നങ്ങൾക്കുള്ള ആവശ്യം ഗണ്യമായി വർദ്ധിക്കുകയും സമീപ വർഷങ്ങളിൽ ഉക്രൈനെതിരെയുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങളാൽ തകർന്ന കയറ്റുമതി വർദ്ധിക്കുകയും ചെയ്തു എന്നും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ റഷ്യ ഇറാൻ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ടോ? റഷ്യയും ഇറാനും വേണമെങ്കിൽ ഒരേ തൂവൽ പക്ഷികൾ എന്ന് പറയാം. രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിലാണ്, ഉപരോധം നേരിടുകയും ചെയ്യുന്നു. ഇറാൻ യുദ്ധത്തിലല്ലാത്തപ്പോഴും ഉപരോധം നേരിട്ടിരുന്നു. ഉക്രൈൻ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ നിന്നും പല കമ്പനികൾക്കും വിലക്കുണ്ട്. അതുകൊണ്ട് റഷ്യൻ എണ്ണ ഓർഡർ ചെയ്യില്ല പല രാജ്യത്തെയും കമ്പനികൾ. അതുപോലെ പല രാജ്യങ്ങളും റഷ്യയുമായി കച്ചവടം ചെയ്യാൻ ഭയപ്പാടാണ്. ആ ഭയപ്പാടില്ലാതെ കച്ചവടം ചെയ്ത ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അപ്പോൾ ഇന്ത്യയും ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറച്ചു കൊണ്ടുവരാൻ കുറേയൊക്കെ അമേരിക്ക കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായി ഇന്ത്യ കീഴടങ്ങി എന്ന് പറയാനുമാവില്ല. ഇപ്പോഴും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന ഒരു രാജ്യം റഷ്യയാണ്. ഇന്ത്യയുടെ ആവശ്യത്തിൻ്റെ 38% വരെ വാങ്ങിയിരുന്നു. ഇപ്പോൾ അത് 20% കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇതാ അമേരിക്ക വിതിൻ കൊട്ടേഷൻ അനുവദിച്ചിരിക്കുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ തൽക്കാലത്തേക്ക് വാങ്ങിക്കൊള്ളാൻ അനുവദിച്ചിരിക്കുന്നു. അതൊക്കെ ചരിത്രമാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. റഷ്യയുടെ പെർസ്പെക്റ്റീവ് നോക്കാം. ക്രൂഡ് ഓയിൽ വില വളരെ താണു നിൽക്കുമ്പോഴും ഇന്ത്യക്കുൾപ്പെടെ റഷ്യ വിറ്റിരുന്നത് വളരെ വലിയ ഡിസ്കൗണ്ടിലാണ്. ഒരു $13 വരെ, $50 നിൽക്കുമ്പോൾ അതിനേക്കാൾ $13 വരെ താഴ്ത്തി ഇന്ത്യക്ക് റഷ്യ നല്ല ഒന്നാന്തരം ക്രൂഡ് ഓയിൽ വിറ്റിരുന്നു. പക്ഷേ യുദ്ധം കാരണം, ഇപ്പോൾ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ബ്രണ്ട് ക്രൂഡ് അതിൻ്റെ വില $60 അപ്പുറവും ഇപ്പുറമോ ആയി നിൽക്കുകയാണ്. ഇപ്പോൾ അത് $90 കടന്നു പോയിരിക്കുന്നു. അത് $100, $150 ഒക്കെ ആയേക്കാം നാളുകളിൽ. ഇപ്പോൾ റഷ്യ മാർക്കറ്റ് റേറ്റിൽ തന്നെയാണ് എണ്ണ വിൽക്കുന്നത്. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, റഷ്യ ഓൾറെഡി ഉത്പാദിപ്പിച്ച എണ്ണ ഈ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുൻപ് റഷ്യൻ കപ്പലുകളിലേക്ക് മാറ്റി പുറം കടലിൽ നങ്കൂര വിട്ടിട്ടുണ്ട് എങ്കിൽ ഓൾറെഡി കണ്ടെയ്നറുകളിലാക്കിയ എണ്ണ തൽക്കാലത്തേക്ക് വാങ്ങാനുള്ള ഒരു ശ്രമം രാജ്യങ്ങൾ നടത്തിയാൽ, ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ നടത്തിയാൽ അത് അമേരിക്ക എതിർക്കില്ല. കാരണം ഓയിൽ സപ്ലൈ ചെയിൻ പൂർണ്ണമായി ബ്രേക്ക് ചെയ്യുന്നത് അമേരിക്കയ്ക്ക് എതിരായി മാറും. ലോകവികാരം, ഇന്ത്യയുടെ ഉൾപ്പെടെ വികാരം അമേരിക്ക എതിരായി മാറും. ഇതാണ് അമേരിക്ക ഇപ്പോൾ ഇങ്ങനെ മാറി ചിന്തിക്കാൻ കാരണം. അമേരിക്കയുടെ കൺസെഷൻ ആർക്ക് വേണമെന്ന് ചോദിക്കുന്നതുകൊണ്ട് ശരിയാണ്, അമേരിക്ക അല്ല തീരുമാനിക്കേണ്ടത്, ഇന്ത്യ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ റഷ്യക്ക് കെട്ടിക്കിടന്ന എണ്ണ വിൽക്കാൻ കഴിയുന്നു, അതിന് പണം കിട്ടും. 1. 2, റഷ്യൻ ഉപരോധത്തിൻ്റെ ഒരു തോത് കുറഞ്ഞു വരും. ശ്രദ്ധ ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ നിന്നും ഇറാൻ യുദ്ധത്തിലേക്ക് മാറിയിരിക്കുന്നു. അത് റഷ്യക്ക് ഒരു ബ്രീതിങ് സ്പേസാണ്. ഇപ്പോൾ കുറേയൊക്കെ നടുവൊടിഞ്ഞിരിക്കുകയാണ് റഷ്യ സാമ്പത്തികമായി. യുദ്ധത്തിന് പണം കിട്ടാനാവുന്നില്ല, ആയുധങ്ങൾ വാങ്ങാനാവുന്നില്ല, ഉണ്ടാക്കാനാവുന്നില്ല, ഇക്കോണമി തരിപ്പണമായിരിക്കുകയാണ്. അപ്പോഴും യുദ്ധം തുടരുകയാണ്. അവിടെ കിട്ടിയ ഒരു നേർത്ത നനുനനത്ത കാറ്റ് പോലെയാണ് ഇപ്പോൾ ഉപരോധങ്ങളിൽ വന്ന, റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങളിൽ വന്ന, റഷ്യൻ എണ്ണയ്ക്ക് നേരെ ഉപരോധങ്ങളിൽ വന്ന കുറവ്. മെച്ചപ്പെട്ട റേറ്റ് കിട്ടുന്നു, കെട്ടിക്കിടക്കുന്ന എണ്ണ വിൽക്കാൻ കഴിയുന്നു, കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ആത്യന്തികമായി ഗൾഫ് മേഖല അടയ്ക്കപ്പെട്ടാൽ, ഹോർമോസ് കടലിടുക്ക മാസങ്ങളോളം ബ്ലോക്ക്ഡ് ആണെങ്കിൽ 2 നീക്കങ്ങൾ നടത്തേണ്ടി വരും. വളരെ പെട്ടെന്ന് തന്നെ വെനിസ്വേലയുടെ എണ്ണ ലോക വിപണികളിൽ എത്തിക്കാൻ അമേരിക്ക ശ്രമിക്കേണ്ടി വരും. അല്ല എങ്കിൽ വല്ലാതെ അമേരിക്ക തന്നെ ബുദ്ധിമുട്ടും. അമേരിക്ക എണ്ണയുണ്ട്, അമേരിക്കയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യം അമേരിക്ക അല്ലെങ്കിലും ഇപ്പോൾ നിലവിൽ ഉൽപ്പാദനത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന അമേരിക്കയാണ്. അമേരിക്ക നേട്ടമായി തോന്നാം ഓയിൽ പ്രൈസ് ഹൈക്ക്, പക്ഷേ അങ്ങനെയല്ല. ലോകമാസകലമുള്ള കാര്യങ്ങൾക്ക് തീവിലയാവും. അത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ വലിയ ബാധ്യതയാകും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് എണ്ണവില പിടിവിട്ട് ഉയരാൻ അമേരിക്ക അനുവദിക്കാനാവില്ല. അതുകൊണ്ട് വെനിസ്വേലൻ ക്രൂഡ് പെട്ടെന്ന്, അത് വളരെ കട്ടിയുള്ള ദ്രാവകമാണ് വെനിസ്വേലൻ ക്രൂഡ് ഓയിൽ, അത് ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലായിടത്തും ഇല്ല. ഇന്ത്യയിൽ ജാംനഗർ
ിലുണ്ട്. പിന്നെ SR ഓയിൽ അതുപോലെയുള്ള ജാംനഗറിലെ മറ്റ് ഓയിൽ കമ്പനികളിൽ ഓയിൽ റിഫൈനറികൾ അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ആ തോത് കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ വെനിസ്വേലൻ ക്രൂഡ് ഓയിൽ ലോകത്തെ പ്രധാനപ്പെട്ട സംസ്കരണ ഏരിയകൾ ഇന്ത്യ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെ ഇടങ്ങളിൽ എത്തേണ്ടതുണ്ട്. നമ്പർ 1. പക്ഷേ അതുകൊണ്ട് മാത്രമാവുന്നില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള വെനിസ്വേലയിലാണ്. പക്ഷേ റഷ്യയിൽ ഏറ്റവും എണ്ണ ഉത്പാദനമുണ്ട് വലിയ തോതിൽ. അത് കെട്ടിക്കിടക്കുകയാണ്. അത് ലോക വിപണികളിൽ എത്തിയേ പറ്റൂ, അല്ല എങ്കിൽ എണ്ണ കിട്ടാതെ വല്ലാതെ ബുദ്ധിമുട്ടും. അപ്പം ഗൾഫ് രാജ്യങ്ങളുടെ നടപടിയും ദീർഘകാലം ഉപരോധമായി മാറുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരെ അവിടുന്ന് പിരിച്ചുവിടേണ്ടി വരും. എണ്ണ കമ്പനികൾ അടച്ചിട്ടാൽ അവിടെ ജീവനക്കാരെ നിലനിർത്താനാവില്ലല്ലോ. താൽക്കാലികമായിട്ടെങ്കിലും അവർക്ക് നാട്ടിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരിക്കലും പോകാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒക്കെ ബന്ധമുള്ള ഒരുപാട് പേര് ഓയിൽ റിഗുകളിലും ഓയിൽ ഡ്രില്ലിങ്ങുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ, അത് സ്പൈറലിംഗ് ഇഫക്റ്റ് അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ഗൾഫിൻ്റെ അഭിവൃദ്ധി തന്നെ ഓയിൽ റിച്ച് ആയതുകൊണ്ടല്ലേ. അതുകൊണ്ട് മറ്റ് ജോലികളും കുറവ് വരും. അപ്പോൾ ഇതെല്ലാം തന്നെ 90 ലക്ഷം വരുന്ന പ്രവാസികൾക്ക്, ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ദീർഘകാലം നിന്നാൽ, തൽക്കാലത്തേക്ക് ഓക്കെ, 1-2 ആഴ്ച ഇത് നീണ്ടു നിന്നാൽ അത് സഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് എനർജിയെക്കുറിച്ച് ലോകം ആലോചിക്കും. ഓൾട്ടർനേറ്റ് സോഴ്സസ് ഓഫ് പർച്ചേസിനെ കുറിച്ച് ലോകരാജ്യങ്ങൾ ആലോചിക്കും. അവിടെ ഇറാൻ ഊറിച്ചിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് വരേണ്ടത് എന്ന് ഇറാനും വിചാരിക്കും. കാരണം ഇപ്പോൾ നീർക്കോല് കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയുന്ന പോലെ ഹോർമോൺ അടയ്ക്കുമ്പോൾ ഞങ്ങൾ നിർബന്ധിച്ച് അത് തുറന്ന് എണ്ണ വിപണനം ചെയ്യും എന്ന് പറയാനുള്ള ധൈര്യമൊന്നും സൗദി അറേബ്യക്കോ UAEക്കോ ഉണ്ടാവില്ല. കാരണം എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടാൽ എന്താ സംഭവിക്കുക? അത്രയും എണ്ണ നശിച്ചു എന്നല്ല അർത്ഥം. ആ എണ്ണ പേർഷ്യൻ ഗൾഫിലേക്ക് പരന്നൊഴുകിയാൽ വർഷങ്ങളോളം പേർഷ്യൻ ഗൾഫ് അതീവ മലിനമായ ഇടമാകും. 2-3 വൻപൻ എണ്ണക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് തീരത്ത് വെച്ച് തകരുന്നത്, മുങ്ങുന്നത് ഓർത്തോ. എന്താണ് സംഭവിക്കുക? വലിയ രീതിയിലുള്ള മലിനീകരണം ആ പ്രദേശത്തുണ്ടാകും. അതെല്ലാ രാജ്യങ്ങളും, ഇറാഖിനെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളെയും, ആ പ്രദേശത്തെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. അതിനുള്ള കാരണമായത് അമേരിക്ക നടത്തിയ ഈ ആക്രമണമാണ് എന്ന് അവസാനം ലോകം വിധിയെഴുതും. ഇതൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ സംയമനം പാലിക്കാൻ 2 പക്ഷവും വില്ലിങ് ആകേണ്ടി വരും. അതുകൊണ്ടാണ് എണ്ണയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥ ഉണ്ട്. റഷ്യ ഊറിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ കരുതാം. ഇവിടെ ഈ സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ചൈനയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈന ഇതുവരെ ഇറാനെ സഹായിച്ചതായി തെളിവുകളില്ല. പക്ഷേ റഷ്യയെ പോലെ ചൈനയും ഇടപെടൽ നടത്തുന്നുണ്ടാകുമോ? റഷ്യയുടെയും ചൈനയുടെയും ഇടപെടലുകൾ വ്യത്യസ്ത രീതിയിലാണ്. ചൈനയ്ക്ക് എണ്ണ ആവശ്യമുണ്ട്, ഇറാൻ്റെ എണ്ണ ആവശ്യമുണ്ട്. ഇപ്പോൾ അത് ലഭിക്കാത്ത അവസരമാണ്. ഹോർമൂസ് കടലിടുക്ക് കടന്ന് എണ്ണ ചൈനയിലേക്ക് പോകാനാവില്ല. അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം 2 മാർഗ്ഗങ്ങളാണുള്ളത്. ഒന്ന്, ഇറാനെ അന്താരാഷ്ട്ര വേദികളിൽ ഡിഫെൻഡ് ചെയ്ത് നിർത്തുക. അതേക്കുറിച്ച് ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. 2, നിർബന്ധപൂർവം ബലപ്രയോഗം നടത്തിയില്ലെങ്കിലും ചൈനീസ് കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്ന് പോവുക. ആരാണ് ആക്രമിക്കാൻ വരിക എന്ന് നോക്കട്ടെ. ഇറാൻ ആക്രമിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ ധൈര്യം കാട്ടുമോ? ഇന്ത്യ ഉൾപ്പെടെ വാക്കാൽ പറഞ്ഞു വെച്ചു, ഞങ്ങളുടെ കപ്പലുകൾ അകമ്പടി പോകും. വ്യാപാര കപ്പലുകൾക്ക്, എണ്ണ ടാങ്കറുകൾക്ക് ഞങ്ങളുടെ മിലിറ്ററിയുടെ, ഞങ്ങളുടെ നാവികസേനയുടെ അകമ്പടി ഉണ്ടാകുമെന്ന് ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞു. അത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള 2ാമത്തെ കാര്യം. അപ്പോൾ പേർഷ്യൻ ഗൾഫ് കടന്ന് ആ ഭാഗത്തേക്ക് പോകാൻ ചൈനീസ് കപ്പലുകൾ തയ്യാറാവുമോ? എൻ്റെ ഒരു നിഗമനം അങ്ങനെ സാധ്യതയില്ല. ആ രീതിയിലുള്ള എസ്കലേഷൻ, ചൈനയായി അങ്ങനെ ഒരു എസ്കലേഷൻ നടത്തുമെന്ന് സാധ്യതയില്ല. ഏതെങ്കിലും കാരണവശാൽ ചൈനീസ് കപ്പലിനെ ആക്രമിച്ചാൽ ചൈന യുദ്ധരംഗത്തേക്ക് വരേണ്ടി വരില്ലേ? ഇറാൻ അത് ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ചൈന ഒരിക്കലും യുദ്ധരംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അമേരിക്കയുടെ ഏതാണ്ട് അതേ പോളിസിയാണ് ചൈനയുടെ. മേക്ക് ചൈന ഗ്രേറ്റ് അഗെയിൻ. അതിനെന്താ? ചൈന ആഭ്യന്തരമായ കാര്യങ്ങൾ ക്രമീകരിക്കുക, ആഭ്യന്തരമായ കാര്യങ്ങൾ മാത്രം നോക്കുക, വിദേശത്തുള്ള ആക്രമണങ്ങളിൽ പങ്കെടുക്കാതിരിക്കുക. അങ്ങനെ പരമാവധി സാമ്പത്തിക ശക്തിയായി സമാഹരിച്ച് നിർത്തുക. 19 ട്രില്യൺ ഇക്കോണമിയാണ് ചൈനയുടേത്. അത് തീരെ ഇന്ത്യയുടെ ഇക്കോണമിയുടെ അത്രയും തന്നെ ഉള്ളായിരുന്നു 48-ൽ ചൈന രൂപീകരിക്കപ്പെടുന്ന സമയത്ത്. വളർന്നു വരുന്ന ഇന്ത്യൻ ഇക്കോണമി $4.1 ട്രില്യൺ മാത്രമാണ്. ചൈനീസ് ഇക്കോണമി $19.1 ട്രില്യൺ. അമേരിക്കൻ ഇക്കോണമിയുടെ തൊട്ട് താഴെ $30 ട്രില്യൺ ആണ് അമേരിക്കൻ ഇക്കോണമി, അതിൻ്റെ വലിപ്പം. അപ്പം അതുകൊണ്ട് ചൈന അങ്ങനെ ഒരു അവസരത്തിൽ, പ്രത്യേകിച്ച് ഒരു ഓയിൽ ആൻഡ് പെട്രോളിയം ഡെഫിസിറ്റ് സ്റ്റേറ്റായ ചൈന, വലിയ സാഹസമൊന്നും കാട്ടി സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കും എന്ന് കരുതാനുമാവില്ല. ഈ റഷ്യയും ചൈനയും ഇറാൻ യുദ്ധത്തിൽ അപ്രസക്തരാണ് എന്നാണ് US പ്രതിരോധ സെക്രട്ടറി പറഞ്ഞത്. എന്നിട്ടും അമേരിക്ക റഷ്യൻ ഇടപെടൽ ഉണ്ട് എന്ന് ആരോപിക്കുന്നതിന് പിന്നിൽ എന്താണ്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം
ആത്യന്തികമായി ഇറാനെ സഹായിക്കാൻ രംഗത്ത് വരാൻ ശക്തിയുള്ള രണ്ട് രാജ്യങ്ങളെ ഉള്ളത് റഷ്യയും ചൈനയുമാണ്. അവർ വരില്ല എന്ന് നമ്മൾ ഏതാണ്ട് കൃത്യമായി പലപ്പോഴും സൂചനകളുണ്ട്. പക്ഷേ അത് ഒഴിവാക്കണമല്ലോ. അതുകൊണ്ടാണ് ഒരു പ്രസ്താവനാ സാഹിത്യത്തിലൂടെ അമേരിക്ക നിരന്തരം പറയുന്നത് റഷ്യയുടെ ആത്മവിശ്വാസം തകർക്കുന്നതിന് വേണ്ടി, ചൈനയുടെ ആത്മവിശ്വാസം തകർക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ ഇപ്പോൾ മേധാശക്തികളുടെ കൃത്യമായ പ്രയോഗമാണിത്. ഒരു ഹെഗ്യമണിൻ്റെ ടിപ്പിക്കൽ റെറ്ററിക്കാണ്. ഏത് രാജ്യമാണോ ലോകക്രമത്തിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത്, സൈനികമായും സാമ്പത്തികമായും ശാസ്ത്ര സാങ്കേതിക വിദ്യാപരമായും മുന്നിട്ട് നിൽക്കുന്നത്, ആ രാജ്യത്തിൻ്റെ വാഗ്ധോരണി മറ്റ് രാജ്യങ്ങൾ രംഗത്ത് വന്നാൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല, ഇതൊരു തരം താക്കീതാണ്. അപ്പോൾ റഷ്യയും ചൈനയും രംഗത്ത് വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതൊരു പ്രിയംറ്റീവ് വർത്തമാനത്തിലൂടെ, സംസാരത്തിലൂടെ അതൊഴിവാക്കുക എന്നതൊരു തന്ത്രമാണ്. അപ്പം നിലവിൽ അമേരിക്ക പയറ്റുന്നത് യുദ്ധതന്ത്രം മാത്രമല്ല, പ്രസ്താവനാ സാഹിത്യവും ഒരു തന്ത്രമാണ്. എനിമി മൈൻഡ്സിൽ അല്ലെങ്കിൽ മറുപക്ഷത്ത് നിൽക്കുന്നവരുടെ മനസ്സിൽ ആശങ്കയുടെ വിത്ത് വിതയ്ക്കത്തക്ക രീതിയിൽ, ആത്മവിശ്വാസം നശിപ്പിക്കത്തക്ക രീതിയിൽ പ്രസ്താവനകൾ നടത്തുക എന്നത് ട്രംപിൻ്റെ ഒരു ശീലമാണ്, അമേരിക്കയുടെ ഒരു രീതിശാസ്ത്രവുമാണ്. അതുകൊണ്ടാണ് യുദ്ധം മൾട്ടിപ്പിൾ ഫ്രണ്ടിലാണ്. ആയുധങ്ങൾ തമ്മിലുള്ള പോരാട്ടം, ടെക്നോളജി തമ്മിലുള്ള പോരാട്ടം, വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടം, അങ്ങനെ മൾട്ടിപ്പിൾ ലെവലിലാണ് ഇപ്പോൾ യുദ്ധം മുന്നോട്ട് പോകുന്നത്. ഇറാനെതിരെ അതിശക്തമായ കരയുദ്ധത്തിന് കൂടി തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈന്യം എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിലവിൽ അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുമോ ഇസ്രായേലും അമേരിക്കയും? മലനിരകളാൽ ചുറ്റപ്പെട്ട ഇറാന്റെ ഭൂമിശാസ്ത്രം നോക്കുമ്പോൾ കരയുദ്ധത്തിന് ഇറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? കരയുദ്ധം ഇവിടെ ചർച്ചാ വിഷയമേ ആകേണ്ടതല്ല. പല ആവർത്തി സൂചിപ്പിച്ച ഒരു കാര്യം ഒരിക്കൽ കൂടി വലിയ ആത്മവിശ്വാസത്തോടെ സൂചിപ്പിക്കട്ടെ. കരയുദ്ധം നടത്താവുന്ന ഒരു നിലയിലല്ല ഈ രാജ്യങ്ങളൊന്നും, ഇസ്രയേലോ അമേരിക്കയോ ഒന്നും തന്നെ ഇറാൻ്റെ മണ്ണിൽ കാല് കുത്തില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ബൂട്ട് ഓൺ ഗ്രൗണ്ട് എന്നാണ് ഒരു ആർമി ഓപ്പറേഷന് പറയുക. എയർഫോഴ്സ് ഓപ്പറേഷൻ അങ്ങനെയല്ല പറയുക, ആകാശങ്ങളെ യുദ്ധം ജയിക്കുന്നു, അത് മാത്രമാണ് ചെയ്യുന്നത്. ഇത് നോക്കൂ, കരയിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന്, പേർഷ്യൻ ഗൾഫ് മേഖല, ഒരു 2000-ഓളം കിലോമീറ്ററുള്ള ഇറാൻ്റെ തീരപ്രദേശം. ഇവിടെ പല പല താവളങ്ങളുണ്ടാകാം, പല പല കടൽ തീരങ്ങളുണ്ട്. അവിടെയൊക്കെ മെറീനുകളെ വിന്യസിച്ച് അവിടെ ഒരു ആംഫിബിയൻ ഓപ്പറേഷനിലൂടെ കടലിൽ നിന്നും കരയിലേക്ക് കടന്നു വരാവുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ കുറേ ആളുകളെ ഉൾപ്പെടെ കടത്തിവിടാം. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ലാൻഡ് അഡ്വാൻറ്റേജ് ഇറാനാണ്. കരയിൽ യുദ്ധം കാര്യമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പീരങ്കികളും ഹൊവിറ്റ്സേഴ്സും ഷോർട്ട് റേഞ്ച് മിസൈലുകളും എല്ലാം കൊണ്ട് തീർക്കുന്ന ഒരു പ്രതിരോധം വളരെ വലുതായിരിക്കും. അതുമാത്രമല്ല, ഈ കടലിന് അഭിമുഖമായി കുറച്ച് അകലെയായി മാറി നിൽക്കുകയാണ് വൻപൻ മലനിരകൾ. അതായത് പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി, പേർഷ്യൻ ഗൾഫിൻ്റെ വടക്ക് ഇറാൻ്റെ കരഭാഗത്ത് നിൽക്കുകയാണ് സാഗ്രോസ് മൗണ്ടൻ റേഞ്ചസ്. 3000-5000 മീറ്റർ വരെ ഉയരമുള്ള ചില കൊടുമുടികൾ ഉൾപ്പെടെയുണ്ട്. ദുർഘടമായ മലനിരകളാണ്. അവിടെ ഒരുപാട് ഗുഹാസങ്കേതങ്ങളുണ്ട്, ഒളിയിടങ്ങളുണ്ടാവാം. അപ്പോൾ ഒരു ഏറിയൽ അഡ്വാൻറ്റേജ് ഉണ്ടാകും. കരയിലെ മലയിൽ നിന്നുകൊണ്ട് സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്ന, തീരത്തേക്ക് പ്രവേശിക്കുന്ന കവചിത വാഹനങ്ങളെയും സൈനിക യൂണിറ്റുകളെയും ആക്രമിക്കാൻ ഇറാൻ്റെ സേനാ വിഭാഗത്തിന് കഴിയും. ഇപ്പോഴും 5 ലക്ഷത്തോളം സൈനികർ ഇറാനുണ്ടെന്ന് ഓർക്കണം. എത്രത്തോളം ട്രെയിൻഡാണ്, അവരുടെ ആയുധങ്ങൾ എന്താണ്, പ്രഹരശേഷി എത്രയാണ്, അതൊരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹസത്തിന് അമേരിക്കയോ ഇസ്രയേലോ മുതിരില്ല. അതുമാത്രമല്ല, ഈ പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കണമെങ്കിൽ തന്നെ ഹോർമൂസ് കടലിടക്ക് കടക്കേണ്ടതുണ്ട്. ഹോർമൂസിൻ്റെ കിഴക്കുമുണ്ട് ഇറാൻ്റെ തീരം, ചാബഹാർ ഉൾപ്പെടെയുള്ള ഇറാൻ്റെ തുറമുഖങ്ങൾ, അവിടെയുമുണ്ട് ഇറാൻ തീരപ്രദേശം. അപ്പോൾ പേർഷ്യൻ ഗൾഫിനുള്ളിലും അതിന് പുറത്തും, അതായത് ഗൾഫ് ഓഫ് ഒമാൻ്റെ വടക്കൻ ഭാഗത്തും ഇറാനിയൻ തീരമുണ്ട്. ഈ തീരത്തുകൂടിയുള്ള ആക്രമണം വേണമെങ്കിൽ റൂൾ ഔട്ട് ചെയ്യാൻ സാധിക്കും. കാഷ്വാലിറ്റീസ് ഉണ്ടാകും ഒരുപാട്. അമേരിക്കയ്ക്ക് ഒരിക്കലും ഈ ഡെഡ് ബോഡി ബാഗുകൾ അമേരിക്കയിൽ എത്തുന്നത്, അമേരിക്കയുടെ പുതിയ അഭിപ്രായം യുദ്ധത്തിനെതിരെ തിരിയും. അതുകൊണ്ടത് ട്രംപ് ഒരിക്കലും ആഗ്രഹിക്കില്ല. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് വടക്കൻ പ്രദേശത്തു കൂടി, അതായത് കാസ്പിയൻ സീ, അതാണ് ഇറാൻ്റെ വടക്കുള്ള കടൽ. അത് ഒരു ഉൾക്കടലാണ്. ആ കടൽ തീരത്തു കൂടിയുള്ള ഓപ്പറേഷൻസാണ് രണ്ടാമത്തേത്. അതിനുള്ള ഒരു സന്നാഹം ഒന്നും ഒരുങ്ങിയതായി ഇതുവരെ വിവരങ്ങളില്ല. അത് മാത്രമല്ല, അത് റഷ്യയുടെ തെക്കൻ ഭാഗം, മറ്റ് രാജ്യങ്ങൾ, സെൻട്രൽ ഏഷ്യൻ റീജൻസ്, അതുപോലെ കസാക്കിസ്ഥാൻ്റെ മേഖല, ഇതെല്ലാം തന്നെ ചേർന്ന് കിടക്കുന്ന സെൻട്രൽ ഏഷ്യൻ റീജിയനാണ്.
അവിടെയൊക്കെ ഒരിക്കലും യുദ്ധം വ്യാപിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി കൊടുക്കില്ല. അതുകൊണ്ട് അമേരിക്കൻ മറീനുകളുടെ, അമേരിക്കൻ ട്രൂപ്സിൻ്റെ ഒരു തള്ളിക്കയറ്റം കാസ്പിയൻ കടലിൻ്റെ ഭാഗത്തുനിന്ന് വരില്ല. ഇനി കാസ്പിയൻ കടൽ കടന്നു വന്നാലും അവിടെയുമുണ്ട് സമാനമായൊരു പർവ്വത നിരകൾ തടഞ്ഞു നിർത്താൻ. ഇതിൻ്റെ മധ്യത്തിൽ ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ടാണ് ടെഹ്റാൻ എന്ന മഹാനഗരം, ക്യാപിറ്റൽ സിറ്റി. അത് തീരനഗരമല്ല, ഉൾനാടൻ നഗരമാണ്. പക്ഷേ അത് വടക്കോട്ട് നിൽക്കുന്ന സ്ഥലമാണ്. കൂടുതൽ ജനവാസ മേഖലകൾ ഇറാൻ്റെ വടക്കും പടിഞ്ഞാറും മേഖലകളാണ്. തെക്കൻ മേഖലകളിൽ വളരെ ചെറിയ സാന്നിധ്യമേ ഉള്ളൂ. അപ്പം യുദ്ധമെന്ന് പറഞ്ഞാൽ കരയുദ്ധത്തിലേക്ക് അമേരിക്കയോ ഇസ്രായേലോ പ്രവേശിച്ച് കഴിഞ്ഞാൽ രാവണൻ കോട്ടയിൽ അകപ്പെടുന്ന അവസ്ഥയായിരിക്കും. നമ്മൾ വിയറ്റ്നാമിൽ കണ്ടു. അത് വലിയ കൊടും കാടുകളാണ്. ഇറാനിൽ ചെറിയ കാടുകളുണ്ട്, മലനിരകളുണ്ട്, ഗുഹകളുണ്ട്, പീഠഭൂമികളുണ്ട്, മരുഭൂമികളുണ്ട്. വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രമാണ്, ഉപരിതല ഘടനയാണ് ഇറാൻ്റേത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇറാഖിൽ സദ്ദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി കരയുദ്ധം നടത്തിയല്ലോ. ഇറാഖ് നേരെന്ന് കിടക്കുകയാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഡെൽറ്റയാണ്. ഒന്നുകിൽ മരുഭൂമിയാണ്, അല്ലെങ്കിൽ നല്ല ഒന്നാന്തരം ഫർട്ടൈൽ ഭൂമിയാണ്. അവിടെ കാര്യമായ മലകളില്ല. ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഇല്ല അവർക്ക്. അതുകൊണ്ട് എല്ലാം തന്നെ ആകാശ കണ്ണുകളിൽ കൂടി ഒപ്പിയെടുക്കാൻ കഴിയുന്നതാണ് ഇറാഖിൻ്റെ ഭൂമി. അതുപോലെയല്ല ഇറാൻ്റെ ഭൂമി എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. പിന്നെയുള്ള വഴി എന്താ? തന്ത്രപരമായ കേന്ദ്രങ്ങളിൽ ഹെലികോപ്റ്ററുകളിലും, ഹെലികോപ്റ്ററൊന്നും പിടിച്ചു വെച്ചിട്ടില്ല, താഴെ നിന്നുള്ള എയർ പവർ കംപ്ലീറ്റ് ഡെസിമേറ്റ് ചെയ്തിട്ടല്ലേ ഇറങ്ങൂ. ഹെലികോപ്റ്ററുകളിലും മറ്റ് വിമാനങ്ങളിലും ഒക്കെ പാരച്യൂട്ട് വഴി നൂറുകണക്കിന് ആയിരക്കണക്കിന് ട്രൂപ്സിനെ ഇറക്കാം. അവരിൽ എത്ര പേര് വെടിവെച്ച് കൊല്ലപ്പെടും? ഒരുപാട് പേര് വെടിവെച്ച് കൊല്ലപ്പെടില്ലേ? അത്ര എളുപ്പമുള്ള കാര്യമാണ്, പറയാൻ എളുപ്പമാണ്. പക്ഷേ കരയിലേക്ക് അവർക്ക് പ്രവേശിച്ച് അങ്ങനെ ആകാശ മാർഗം കരയിലേക്ക് നൂലിൽ കെട്ടി ഇറക്കാനാവില്ല. അവർ ഒരുപാട് പേര് വെടിയേറ്റ് മരിക്കും. ഇപ്പോൾ ആകാശങ്ങൾ നിന്നുകൊണ്ട് ബോംബിട്ടിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം മുഴുവൻ തകർന്നു കഴിഞ്ഞു. ഇറാൻ്റെ വിമാനങ്ങളൊന്നും തന്നെ പറന്നു പോകില്ല. പക്ഷേ ഇറാൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ വെടിക്കോപ്പ് ഉണ്ടാകുമല്ലോ, പോരാട്ടവീര്യം ഉണ്ടാകുമല്ലോ. കരയിൽ കളി വേറെയാണ്. അത് ഹമാസ് കാട്ടിയ ഒരു പോരാട്ടവീര്യമുണ്ട്. ഇസ്രായേലി സൈന്യം എത്ര ശക്തമാണെങ്കിലും ഹമാസ് കേവലം ചെറിയൊരു ടെറിട്ടറിയിൽ മാത്രമാണ് ഗാസ എന്ന് ഓർക്കണം. അവിടെ ഹമാസിന് റൂട്ടഡായിട്ട് ഗുഹകളിൽ അല്ലെങ്കിൽ തുരങ്കങ്ങളിൽ ഒളിച്ചിരുന്നുകൊണ്ട് യുദ്ധം നയിക്കാൻ കഴിഞ്ഞു 2-2.5 വർഷം. അപ്പോൾ മഹാരാജ്യമായ ഹമാസ് കൺട്രോൾ ചെയ്തിരുന്ന ഗാസയുടെ 100 ഇരട്ടിയിലധികം വലിപ്പമുള്ള വൻപൻ രാജ്യമായ ഇറാൻ, വൈവിധ്യങ്ങളുള്ള രാജ്യമായ ഇറാൻ. ഇവിടെ ഗാസയുടെ മണ്ണ് നിരപ്പുള്ള മണ്ണാണ്. ഇറാൻ അങ്ങനെയല്ല. ഒരു കാലത്തും ഒരിക്കലും അമേരിക്കൻ ട്രൂപ്സിന് അവിടെ ആ രൂപത്തിൽ ഇറങ്ങാനാവില്ല. പിന്നെയുള്ള സാധ്യത മുൻപ് സൂചിപ്പിച്ചൊരു സാധ്യതയാണ് കുർദുകളെയോ മറ്റു വംശീയ വിഭാഗങ്ങളെയോ ഉപയോഗിച്ചുകൊണ്ട് അവരെ അടിമുടി ആയുധമണിയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കടന്നുകയറ്റം, സിവിൽ വാർ എന്ന രൂപത്തിൽ വരും. അതിൻ്റെ വരും വരാഴികളൊക്കെ നമ്മൾ നേരത്തെ മറ്റൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതുമാണ്. അതുകൊണ്ട് കരയുദ്ധം സംഭവിക്കില്ല. ആകാശങ്ങളിൽ നിന്നുകൊണ്ട് പരമാവധി പ്രഹരം നൽകി ഭൂമിയിലൊരു മാറ്റം ഉണ്ടാക്കാനാവുമോ, ഞങ്ങൾ കീഴടങ്ങി എന്ന് പറയിപ്പിക്കാനാവുമോ, ആഭ്യന്തരമായി മറ്റൊരു വിഭാഗത്തെ ഒരുക്കി നിർത്തി അവിടെ നിന്ന് തന്നെ ഒരു ഏറ്റെടുക്കൽ ഉണ്ടാകാനാവുമോ എന്നാണ് നോക്കുന്നത്. അല്ല എങ്കിൽ തങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം കൈവരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇതാ തങ്ങൾ മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജയം ഏകപക്ഷീയമായി അമേരിക്കയും ഇസ്രായേലും മുൻപ് ചെയ്തതുപോലെ വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകാം. അപ്പോഴൊരു വിജയമായി അവർക്കെണ്ണാം. ഇറാനും പറയാം, ഞങ്ങളും വിജയിച്ചു, ഞങ്ങളെ പൂർണ്ണമായി പരാജയപ്പെടുത്താനായില്ല, ഞങ്ങളുടെ ഭരണകൂടത്തെ മാറ്റാനായില്ല, ഞങ്ങളുടെ നേതാവിനെ വധിക്കാൻ കഴിഞ്ഞു, പക്ഷേ ആ നേതാവ് നയിച്ചിരുന്ന ഭരണകൂടത്തിൻ്റെ അവശിഷ്ടം ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾ തന്നെയാണ് ഭരണത്തിൽ എന്ന് പറയാം. ഇപ്പോൾ ഹമാസ് പറയുന്നില്ലേ ഞങ്ങൾ തന്നെയാണ് ഭരണത്തിൽ? അത് മാറ്റാൻ പോകുന്നത് വേറെ കാര്യം. ബോർഡ് ഓഫ് പീസൊക്കെ വരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഹമാസിന് മുഖം രക്ഷിക്കാൻ കുറേയൊക്കെ കഴിഞ്ഞില്ലേ? അതുപോലെ നടുമുടിഞ്ഞു, പക്ഷേ കുറേയൊക്കെ മുഖം രക്ഷിക്കാൻ കഴിയില്ലേ? ഇറാനും രണ്ടു കൂട്ടരും വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്താൻ കഴിയും. അവിടെ ഇറാൻ്റെ വിപത്ത് അവസാനിച്ചു എന്ന് പറയാം. ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയും. മിസൈലുകൾ ഇനി ഒരു ശക്തിയല്ല, പ്രഹരമുണ്ടാക്കില്ല എന്നുറപ്പുവരുത്താൻ കഴിയും. ഇതൊക്കെ സാധ്യതകളാണ്. അതുകൊണ്ട് ഒരിക്കലും കരയുദ്ധം എന്ന മഹാ അബദ്ധം, ഹിമാലയൻ ബ്ലണ്ടർ ഇസ്രായേലും അമേരിക്കയും ചെയ്യില്ല, കാട്ടില്ല എന്ന് തന്നെ ഉറപ്പിക്കാം.